ഇതിനെ ഞാൻ കാണുന്നത് രണ്ടായിട്ടാണ്. ഉണ്ണികൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാശ്ചാത്യ രാജ്യങ്ങളോട് വഴങ്ങിയല്ല ഇന്ത്യയുടെ നിലപാട് സ്വീകരിക്കേണ്ടത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ശശി തരൂർ 2022 പാർലമെൻറ്റിൽ ഉന്നയിച്ചത് അതൊരു തെറ്റായ കീഴ്വഴക്കമാണ് എന്നുള്ള രീതിയിലായിരുന്നു. അതിനെയാണ് അദ്ദേഹം ഇന്ന് തിരുത്തിയത്. അപ്പോൾ ഇന്ന് തിരുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അന്ന് എടുത്ത നിലപാട് 2022 എടുത്ത നിലപാട് തെറ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ആ രണ്ട് രാജ്യങ്ങളുമായി ഒരേ ബന്ധം നിലനിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതോടൊപ്പം തന്നെ ഒരു രാജ്യവുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് അത്ര ഒരു രാജ്യമായിട്ട് കരാർ ഏർപ്പെടുകയും അവിടെ നിന്ന് എണ്ണ വാങ്ങാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ അതേ സമ്പ്രദായത്തോടു കൂടി മറ്റേ രാജ്യത്തോട് സൗഹൃദം നിലനിർത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ആ കാര്യത്തിനകത്ത് മോദി വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാര്യം അത് മോഡിയെ കുറിച്ചിട്ടുള്ളതല്ല, നമ്മുടെ ഇന്ത്യയുടെ നിലപാട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കാര്യം. ആ കാര്യത്തിൻ്റെ അകത്ത് ഒരു വിദേശ ഡെലിഗേഷൻ അടക്കമുള്ള ഒരു സംവാദ വേദിയിൽ അദ്ദേഹം പറയുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. അദ്ദേഹം അത് പറയുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ വേദിയിലല്ല, അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ നിലപാട് എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു ഇന്ത്യക്കാരനായ ആൾ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി അനുകൂലമായ ഒരു കാര്യം പറയരുത് എന്നുള്ളൊരു നിലപാടും എനിക്കില്ല. പക്ഷേ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവുള്ള നിലയ്ക്ക് അദ്ദേഹം ഇത് പറയണോ വേണ്ടയോ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം അയാളുടെ തന്നെയാണ്. കാരണം അദ്ദേഹം കോൺഗ്രസിൻ്റെ MP ആണ്, കോൺഗ്രസിൻ്റെ കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അത് കേന്ദ്രത്തിലെയും BJP എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളൂ അദ്ദേഹം ചിന്തിക്കണം. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം അദ്ദേഹം ഞാൻ അടുത്ത കാലങ്ങളായി കാണുന്ന ഒരു കാര്യം റിയാലിറ്റിയെ എന്താണോ അത് വിളിച്ചു പറയുക എന്നുള്ള ശൈലിയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്. അത് റിയൽ മാനായി മാറുന്ന ഒരു ശൈലിയിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം പോകുന്നത്. കാരണം അദ്ദേഹം രാഷ്ട്രീയക്കാരനായി നിൽക്കുന്നില്ല എന്നുള്ളത്. രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ അടിസ്ഥാനമായി അദ്ദേഹം എന്ത് രാഷ്ട്രീയത്തിൻ്റെ പൊതുബോധത്തിലാണോ ജീവിക്കുന്നത് അദ്ദേഹം ആ പൊതുബോധത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അടുത്ത കാലത്തായിട്ട് ശശി തരൂർ അങ്ങനെയല്ല ജീവിക്കുന്നത്. എന്താണോ ചെയ്യുന്നത് അദ്ദേഹം റിയാലിറ്റി എന്താണോ അത് വിളിച്ചു പറയും. ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനത്താണ് എന്ന് വിളിച്ചു പറഞ്ഞ അദ്ദേഹം നല്ല സംസ്ഥാനമായി പിന്നെ വ്യാവസായിക സൗഹൃദ സംസ്ഥാനമായി മാറി എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിന് അഭിമുഖം കൊടുത്ത അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം എന്താണോ ചെയ്യുന്നത് അദ്ദേഹം അതാത് സമയങ്ങളിലെ റിയാലിറ്റിയെ വിളിച്ചു പറയുക എന്നുള്ളതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ സംവിധാനം കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിന് ഗുണം ചെയ്യില്ല. അതെങ്ങനെയാണ് ദോഷമാകുക എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം BJP സംബന്ധിച്ചിടത്തോളം ശശി തരൂർ ഒരു PR ഏജൻസിയായി മാറും. കാരണം എന്താണോ CPM പറയേണ്ടത് അത് ഇന്ത്യയിലുള്ള ജനങ്ങളോട് മുഴുവൻ വിളിച്ചു പറയും. എന്താണോ BJP പറയേണ്ടത് അത് ഇന്ത്യയിലുള്ള ജനങ്ങളോട് വിളിച്ചു പറയുമെന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ അതാത് പാർട്ടിയുടെ ഉപയോഗിക്കുകയും ചെയ്യും. കേരളത്തിൽ CPM നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, കേന്ദ്രത്തിൽ BJP നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ശശി തരൂർ നിലപാട് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനമാണ്. അതിനേക്കാളും അപ്പുറം ഇപ്പോൾ കോൺഗ്രസിൻ്റെ അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ്? കോൺഗ്രസിൻ്റെ നിലപാട് ഇന്ന് ശശി തരൂർ പറഞ്ഞ സെയിം നിലപാട് തന്നെയാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധി തന്നെ അത് പറയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് അത് തള്ളി പറയുന്നില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് മൗനം നിൽക്കുന്നത്. പക്ഷേ അതിനകത്ത് BJP എടുക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയ ഒരു വടി എടുത്ത് അവരെ അടിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അവർക്ക് ശക്തമായ ഒരു വടി കിട്ടിയിട്ടുണ്ട്. നരേന്ദ്രമോദിയെ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ MP നേതാവ് ശക്തമായി പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു നല്ല ആയുധമാണ്. അവരത് നല്ല രീതിയിൽ ഉപയോഗിക്കുമെന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. CPM നല്ല രീതിയിൽ രാഹുൽ പിന്നെ നമ്മുടെ ഇദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അത് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ്? ശശി തരൂർ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അത് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് കിട്ടുന്ന ഒരു ആയുധമാണ്. എപ്പോഴും അത് കിട്ടില്ല, കിട്ടുന്ന കാലങ്ങളിൽ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്തായാലും രാഹുൽ ഗാന്ധി വന്ന് മോഡിനെ ഗുണം പറയാൻ പോകുന്നില്ല. KC വേണുഗോപാൽ വന്ന് മോഡിനെ പൂഴ്ത്തി പറയാൻ പോകുന്നില്ല. അവർക്ക് ആകെ പറയാൻ പോകുന്നത് ആരാ? ശശി തരൂരാണ്. അപ്പോൾ ശശി തരൂരിനെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളത് അവർ ചെയ്യുന്ന നിലപാടാണ്. അപ്പോൾ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇതുവരെ കേട്ടിരുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. നമുക്കൊരു നിലപാടുണ്ട്, ഇന്ത്യക്ക് ശക്തമായൊരു നിലപാടുണ്ട് എന്നുള്ളത് അഭിനന്ദാർഹമായ ഒരു കാര്യമാണ്. അത് നേരത്തെ അരുൺ സാർ പറഞ്ഞ പോലെ ലൈസൺ ഓഫീസറായി നിൽക്കുന്ന രീതിയിലാണ് അത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ രണ്ട് രാജ്യങ്ങളെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല നിലപാട് സ്വീകരിക്കുന്ന ഒരു ലൈനിലേക്ക് നരേന്ദ്രമോദി വന്നു എന്നുള്ളതാണ്. അതിനേക്കാളും അപ്പുറം ഒരു വലിയ സംഭവമായി ഇതിനെ കാണേണ്ടതല്ല. അത് കോൺഗ്രസിനെ അതിൽ കൂടുതൽ പറഞ്ഞാൽ കോൺഗ്രസ് വഷളാവും എന്നുള്ളതിനേക്കാളും അപ്പുറം വേറെ ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം ശശി തരൂർ തലവേദനയാണോ എന്ന് ചോദിച്ചാൽ അത് ശശി തരൂരിനെ തീരുമാനിക്കുന്ന പോലെയാണ്. പൊളിറ്റിക്കലായിട്ട് പറയണോ, പൊളിറ്റിക്കൽ അല്ലാതെ പറയണോ, PR ആയി വർക്ക് ചെയ്യണോ, PR അല്ലാതായി വർക്ക് ചെയ്യണോ തീരുമാനിക്കുന്നത് ശശി തരൂരാണ്. അപ്പോൾ അദ്ദേഹത്തിനെ വിടുന്നു. Meet the editors.